തൃശ്ശൂരിലൊരു സുഹൃത്താണ് പറഞ്ഞത്, ഭരതേട്ടൻ്റെ ഒരു പുതിയ ഒരു സിനിമയുടെ ആലോചനയുണ്ട്, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു റിസർച്ച്, അതുമായി ഒരു അന്വേഷണം ഒക്കെ നടത്തുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് ഭരതേട്ടനെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഭരതേട്ടനൊന്നും കാണാൻ എനിക്ക് പറ്റില്ല, കാരണം സച്ച് എ ഗ്രേറ്റ് ഡയറക്ടർ, നമ്മളെന്ത് പറയാൻ, അല്ല നമുക്കൊന്ന് പോവാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട്ടുള്ള വീടിന്റെ ഒരു തിണ്ണയിൽ ഇങ്ങനെ കാലിങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്, ഇങ്ങനെ മുടിയും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി. അപ്പൊ എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചോട്. ഞാൻ പറഞ്ഞു ഞാനൊരു വൺ മാൻ പെർഫോമറാണ്, സോളോ പെർഫോമൻസ് നടത്തുന്ന ആളാണ്. അത് വളരെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോളോ പെർഫോമൻസ് അതൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇത് 95 കേട്ടോ, 94. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പെർഫോമൻസിന്റെ വഴിയിലുള്ള ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊന്ന് കാണണം നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഭരതേട്ടന് മുമ്പിൽ പെർഫോം ചെയ്യാണ്. പുള്ളി ചിരിയോട് ചിരി, അതായത് ആക്ടേഴ്സിനെയും ആ MT സാറിനെയും ONV സാറിനെയും സുകുമാർ അഴീക്കോട് മാഷയും ഇതൊക്കെ അവതരിപ്പിക്കുന്ന കണ്ട് പുള്ളി ചിരിയോട് ചിരി. അതിനിടയ്ക്ക് ഞാൻ ഈ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകള് അതും ഇതിനകത്ത് മിക്സ് ചെയ്യും. കാരണം ഒരു വിഷയം പറയാൻ വേണ്ടി ഏറ്റവും ഹ്യൂമറിൽ ഏറ്റവും സാധ്യതയുള്ളൊരു കവി കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യണം, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അനുഗ്രഹ സിനിയാർട്സ് VBK മേനോൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിനക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.